ഹായ് ഓൾ, മൈ ഫാമിലി ബീറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. സിമ്മിൽ വെച്ച് അരമണിക്കൂറാണ് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു നോക്കാം. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പിടി തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കൂടി ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 15 ചെറിയുള്ളി ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള ചേർക്കാം. സവോള വഴലാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർക്കാം. സവോളയെല്ലാം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സവോളയെല്ലാം നന്നായി വഴൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് സവോളയുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീഫിലുണ്ടായിരുന്ന വെള്ളമെല്ലാം ഇതിൽ കിടന്ന് നന്നായി വറ്റി വരണം. എന്നിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. വെള്ളമെല്ലാം വറ്റി നന്നായി റോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് ചെറിയൊരു പുളിക്ക് വേണ്ടി നമുക്കിതിലേക്ക് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കാണുമ്പോൾ തന്നെ ഇതൊന്ന് കഴിക്കാൻ തോന്നും. നല്ല പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിരിക്കും ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.